ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോക്ക് ലെവൽസിന്റെ ഫോർമുലാസ് ഒക്കെ പഠിച്ചു. അതെല്ലാം ഒരു ബുക്കിലോട്ട് എഴുതി വെച്ചിട്ട് പക്കയായിട്ട് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് MCQ അന്ന് ക്വസ്റ്റ്യൻസ് തന്നിരുന്നല്ലോ, 50 ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ബുക്കിലോട്ട് അതെല്ലാം എഴുതി വെക്കണം, എന്നിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമന്റും കൂടെ ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ്. എന്താ ബിസിനസ്സിലോട്ട് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് എന്താ പറയുന്നത്? ക്യാപിറ്റൽ. എ ഡാഷ് ഈസ് എ പേഴ്സൺ ടു ഹും ബിസിനസ് ഓവ്സ് മണി. ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ളവരെ എന്താണ്? ബിസിനസിന്റെ ആരാണ് അവര്? ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ? അസെറ്റ്സ് മൈനസ് ക്യാപിറ്റൽ റെപ്രസെന്റ്സ്. അസെറ്റ്സിൽ നിന്ന് ക്യാപിറ്റൽ കുറച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്? ലയബിലിറ്റീസ്. എന്താണ്? ലയബിലിറ്റീസ്. അസെറ്റ്സ് മൈനസ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു എന്താണ്? ലയബിലിറ്റീസ് അല്ലേ? എമൗണ്ട് സ്പെൻഡ് ഫോർ പർച്ചേസിങ് ഫിക്സഡ് അസെറ്റ് ഈസ് എ ഡാഷ്. ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ. അപ്പോൾ റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ വരുവാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. നേരെ തിരിച്ചാണെങ്കിൽ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ? ഇനി അടുത്തത്, റൈറ്റിംഗ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് ലൈക്ക് പേറ്റന്റ്, കോപ്പിറൈറ്റ് എക്സെട്ര ഈസ് നോൺ ആസ്. പേറ്റന്റ്, കോപ്പിറൈറ്റ് പോലുള്ള ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസെറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? അമോർട്ടൈസേഷൻ. ഫിക്സഡ് അസെറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ഡിപ്രീസിയേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റിംഗ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. അപ്പൊ ഇൻടാഞ്ചിബിൾ അസറ്റിൽ ഞാൻ പ്രത്യേകം മറ്റേത് എടുത്തു പറഞ്ഞു, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ഇതിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്ത് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ അമോർട്ടൈസേഷൻ ആണ്. രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? അസെറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അത് ശരിയാണോ? അസെറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ശരിയാണ്. ശരിയല്ലേ? ശരിയാണ്. ഇനി ലയബിലിറ്റീസ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ പ്രകാരം അസെറ്റ്സിൽ നിന്ന് ക്യാപിറ്റൽ കുറച്ചാൽ പോരെ? മതി. അപ്പൊ അതും ശരിയാണ്. ഇനി ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ അസെറ്റ്സിൽ നിന്ന് ലയബിലിറ്റീസ് കുറച്ചാൽ പോരെ? ശരിയാണ്. അപ്പൊ ഇതോ? ലയബിലിറ്റീസ് എന്ന് പറയുന്ന അസറ്റും ക്യാപിറ്റലും കൂട്ടുന്നതാണോ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്? അസറ്റ്സും ലയബിലിറ്റീസ് കാണാനായിട്ട് അസറ്റ്സിൽ നിന്ന് ക്യാപിറ്റൽ കൂട്ടുകയാണോ ചെയ്യുന്നത്? അല്ല. അപ്പൊ ഇവിടെ തെറ്റായിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇതാണ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അത് അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സാലറി ഓഫ് ₹10,000 വിച്ച് റിമൈൻസ് അൺപെയ്ഡ് ഡ്യൂറിങ് ദ കറന്റ് ഇയർ ഈസ് കോൾഡ്. അപ്പോൾ നമ്മൾ കറന്റ് ഇയറിൽ സാലറി എന്ത് ചെയ്തില്ല? 10,000 രൂപ കൊടുത്തിട്ടില്ല. അപ്പൊ അത് എന്താ? ശരിക്കും കൊടുക്കാനുള്ളതല്ലേ? അപ്പൊ അത് ഇൻകം ആണോ ക്യാപിറ്റലാണോ? ഇതിൽ ഏതാ വരുന്നത്? ലയബിലിറ്റീസിലാണ് വരുന്നത് അല്ലേ? അതൊരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്, അതൊരു ലയബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന ലയബിലിറ്റി നമ്മൾ എവിടെയാ കാണിക്കുന്നത്? കറസ്പോണ്ടിങ് എക്സ്പെൻസിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയും ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡാണ് കാണിക്കുന്നത് അല്ലേ? അത് നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഡാഷ്. ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? expenditure for a business, expense for the business, gain for the business, loss of business.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതെ, എന്താ പറയുന്നത്, ബിസിനസ് നടത്തുന്ന ആളും ബിസിനസ്സും രണ്ടും രണ്ടാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഡ്യുവൽ എൻറ്റിറ്റി കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബിസിനസ് എന്ത് ചെയ്യണം, തിരിച്ച് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ആ ഓണർക്ക് കൊടുക്കണം എന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ എക്സ്പെൻസ് ആണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ്? എക്സ്പെൻസ് ആണ്. ക്ലിയർ ആയോ? ഞാനിപ്പം പറയുന്നതിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. മാർക്ക് എന്തായാലും കമന്റ് ചെയ്യണേ. ഈ വീഡിയോ ഫുൾ കാണുന്നവർ മാർക്ക് എന്തായാലും കമന്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ്, റവന്യൂ ഈസ് ജനറലി റെക്കഗ്നൈസ്ഡ് ബീയിങ് ഏൺഡ് അറ്റ് വെൻ. എപ്പോഴാണ് നമുക്ക് ഒരു വരുമാനം, ഇൻകം, റവന്യൂ ഏൺ ചെയ്തു കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുമ്പോഴാണോ, ഗുഡ്സ് ഡെലിവേർഡ് ആവുമ്പോഴാണോ, സെയിൽ ഈസ് ഇഫക്റ്റഡ് എപ്പോഴാ സെയിൽ എപ്പോഴാണോ നടക്കുന്നത് അല്ലേ, സെയിൽ ഇഫക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണോ നമ്മൾ സെയിൽ ചെയ്യാമെന്നുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ഒരു അത് എപ്പോൾ സെയിൽ എന്ന് പറയുന്ന ആക്ച്വലി ഇനീഷ്യേറ്റ് ചെയ്യുന്നോ അപ്പൊ തന്നെ അത് എന്താ റവന്യൂ ജനറേറ്റ് ആയി എന്ന ഒരു രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വിച്ച് പ്രിൻസിപ്പിൾസ് ഓർ കൺസെപ്റ്റ്സ് ആർ ആപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. നമ്മൾ കുറേ അക്കൗണ്ടിങ് ഇക്വേഷൻസ് പഠിച്ചല്ലോ, അപ്പൊ ഇതിൽ മാച്ച് ആവുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് വേണ്ടി നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിനാണ്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളുമായിട്ട് ഇത് മാച്ച് ആയിട്ടിരിക്കുന്നത് ആലോചിച്ചു നോക്കിയേ. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം. നമ്മൾ പരമാവധി നമുക്ക് കിട്ടാവുന്ന ലാഭങ്ങളോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ലോസിനും നമ്മളൊരു കരുതൽ വേണം, കരുതിയിരിക്കണം അല്ലേ. അപ്പോൾ കൺസർവേറ്റിസം പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശരിക്കും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എയുടെ ആൻസർ എന്താ? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം, കൺസെപ്റ്റ് ഓഫ് കൺസർവേറ്റിസം. അടുത്തത്, ക്യാപിറ്റൽ ബ്രോഡ് ബൈ ദ ഓണർ ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേറ്റ്, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് എന്താണ്? സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി അല്ലേ. ബിസിനസ് നടത്തുന്ന പ്രൊപ്പറേറ്ററും രണ്ടും രണ്ടാണ്, അല്ലെങ്കിൽ ബിസിനസ്സിന് അത് നടത്തുന്ന പ്രൊപ്പറേറ്ററിൽ നിന്ന് ഒരു വേറിട്ട ഒരു വ്യക്തിത്വമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലിനെ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു എൻറ്റിറ്റി കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നെക്സ്റ്റ് സി എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് എവറി ഇയർ. അപ്പോ ഇതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്താണ്? കൺസിസ്റ്റൻസി. നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് എന്താണോ അത് എന്ത് ചെയ്യുക? റെഗുലർ ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട്, എപ്പോഴും ചേഞ്ചസ് മാറ്റിക്കൊണ്ടിരിക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. അത് മാച്ച് ദ ഫോളോ. ഇത് സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് ഏത് കൺസെപ്റ്റിന്റെ ബേസിലാണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം ആണ്. അപ്പോൾ കൺസർവേറ്റിസം അതായത് എന്താണ്? നമ്മൾ
എപ്പോഴും എല്ലാ തരത്തിലുള്ള ലോസസും നേരിടാൻ നമ്മളൊരു കരുതൽ വേണം, നമ്മൾ സജ്ജരായിരിക്കണം. ആ ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്കിനെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, ഇതിൽ ഏതാണ് കുറവ് അതിന്റെ ബേസിൽ വാല്യൂ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി എവറി ട്രാൻസാക്ഷൻ വിൽ ഹാവ് ടു ആസ്പെക്ട്, എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്ട് ഉണ്ട് എന്ന് പറയുന്നത് ഏതാണ്? രണ്ട് ആസ്പെക്ട് ഉണ്ടെന്ന് പറയുന്നത് ഏതാണ്? രണ്ട് ആസ്പെക്ട് ഉണ്ടെന്ന് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ. ഈ ബിയുടെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ് ബി. നേരത്തെ മുന്നേ തൊട്ട് 13ാമത്തെ ക്വസ്റ്റ്യനിൽ ബിയുടെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ഓൾ ബിസിനസ് ഈവന്റ് നോട്ട് റെക്കോർഡഡ്, മൂന്നാമത്തെ 14ാമത്തെ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ, ഓൾ ബിസിനസ് ഈവന്റ്സ് നോട്ട് റെക്കോർഡ്, എല്ലാ ബിസിനസ് ഈവന്റ്സും റെക്കോർഡ് ചെയ്യുന്നില്ല. അത് ഏത് കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ? മണി മെഷർമെന്റ് കൺസെപ്റ്റ് അല്ലെ. മണി വാല്യൂയിലുള്ളത് മാത്രമല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതെ. അടുത്തത് ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, അതെന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ്, പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ്. ഇത് രണ്ടും സെയിം തന്നെയാണ്, ഞാൻ അത് കൺഫ്യൂസിങ് ആയിട്ട് കൊടുത്തതാണ്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം എന്ന് പറഞ്ഞാലും പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, ഈ ഒരു രീതിയിൽ വാല്യൂ ചെയ്യുന്നതും രണ്ടും കൺസർവേറ്റിസം പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ സാറ്റിസ്ഫൈസ് ദ ഡാഷ് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഏത് കൺസെപ്റ്റാണ് അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ? അത് ഇതുമായിട്ട് ഇതിനെ അല്ലെങ്കിൽ ഇത് ഏത് കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏത് കൺസെപ്റ്റാണ്? ഡ്യുവൽ ആസ്പെക്ട് അല്ലേ. എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഫോം ചെയ്തിരിക്കുന്നത്, ഡ്യുവൽ ആസ്പെക്ട്. അടുത്തത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് എങ്ങനെയാണ്? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് അല്ലെ. കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് അല്ലെ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. അടുത്തത് എന്താണ്? റെക്കഗ്നൈസ്ഡ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് വീണ്ടും വന്നിരിക്കുകയാണ്. ഇതിലെല്ലാം ഇതുപോലെ ആയിരിക്കില്ല ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ അക്കൗണ്ടിങ് കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കണം. ദ ബിസിനസ് വിൽ റൺ ഫോർ അൻ ഇൻഡെഫിനിറ്റ് പീരീഡ്, ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. അത് ഏത് കൺസെപ്റ്റാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അപ്പൊ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇനി ബി, ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് ഏതാണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയും. ഏതാണോ അതിന്റെ ഒറിജിനൽ കോസ്റ്റ് ആ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുക അല്ലെ. ഇപ്പൊ കോസ്റ്റ് കൺസെപ്റ്റ്. അടുത്തത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് ഇറ്റ്സ് കോസ്റ്റ്. അതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം. നമ്മൾ കുറച്ചു തൊട്ട് മുമ്പ് പറഞ്ഞു, വീണ്ടും 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 ആവർത്തിച്ചു വരുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. നെക്സ്റ്റ്, ഇഫക്റ്റ് ഓഫ് ആൻ ഇവന്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ സെയിം അക്കൗണ്ടിങ് period. Effect of an event is recognized in the same accounting period. അപ്പോ ഇതെന്താ പറയുന്നത്? ഒരു എന്ത് ഇവന്റ് ഉണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം സംഭവിക്കുകയാണെങ്കിലും നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ഇയർ ആണോ, ഒരു ഇയറിൽ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറന്റ് ഇയറിലെ റവന്യൂ ജനറേഷൻ എക്സ്പെൻസസുമായിട്ട് എന്ത് ചെയ്യണം? മാച്ച് ആവണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ ഇയറിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ്
മാച്ചിങ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ 17D എന്താണ്? ഇഫക്റ്റ് ഓഫ് ആൻ ഇവന്റ് ഈസ് റെക്കഗ്നൈസ് ഇൻ ദ സെയിം അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് എന്താണ്? മാച്ചിങ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് എല്ലാം തമ്മിൽ എന്ത് വേണം? ഒരു മാച്ച് വേണം. സെയിം ഇയറിൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസസ് ആയിരിക്കണം അത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ്ങിനും പ്രീപെയ്ഡിനും ഒക്കെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് കൊടുക്കുന്നത്. അപ്പൊ ക്ലിയർ ആയോ? ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. 19 ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക് ഈസ് കോൾഡ്. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്കിന് എന്താ പറയുന്നത്? ബാങ്ക് കോളം, ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിന്റെ ക്രെഡിറ്റ് ബാലൻസിന് എന്താ പറയുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ? OD, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇനി 20th ക്വസ്റ്റ്യൻ. ദ എൻട്രീസ് ഓഫ് എ ട്രാൻസാക്ഷൻ ദാറ്റ് അഫക്റ്റ് ബോത്ത് സൈഡ്സ് ഓഫ് എ ക്യാഷ് ബുക്ക്. ഒരു ക്യാഷ് ബുക്കിന്റെ രണ്ട് സൈഡും അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എൻട്രീസിന് എന്താ പറയുന്നത്? കോൺട്രാ എൻട്രീസ്. ഇതൊക്കെ +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കോൺട്രാ എൻട്രീസ്. ഇനി 21 നോട്ട്ബുക്ക് പർച്ചേസ്ഡ് ബൈ എ സ്റ്റേഷനറി ഷോപ്പ് കംസ് അണ്ടർ. ഒരു സ്റ്റേഷനറി ഷോപ്പുകാരൻ പർച്ചേസ് ചെയ്യുന്ന നോട്ട്ബുക്ക് എന്ന് പറയുന്ന അയാളുടെ അസറ്റ്സ് ആണോ, ലയബിലിറ്റീസ് ആണോ, പർച്ചേസ് ആണോ, ഇൻകം ആണോ? എന്താണ്? അത് അയാളുടെ പർച്ചേസ് ആണ്. കാരണം അയാളുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ സ്റ്റേഷനറി ആണ്. അപ്പോൾ അയാൾ സ്റ്റേഷനറി പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് പർച്ചേസസ് എന്ന ഹെഡിലാണ് അത് കൊടുക്കേണ്ടത് അല്ലേ? അടുത്തത് ഡെബിറ്റ് നോട്ട് ഈസ് എ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ദ ഡാഷ്. ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഏതിന് അല്ലെങ്കിൽ എന്തിനെ മനസ്സിലാക്കിയെടുക്കാനുള്ള സോഴ്സ് ഡോക്യുമെന്റ് ആണ്? പർച്ചേസ് റിട്ടേൺസ് ആണ്. പർച്ചേസ് റിട്ടേൺസ്. ക്രെഡിറ്റ് നോട്ട് ആണെങ്കിലോ സെയിൽസ് റിട്ടേൺസ് ആണ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് ഓൺഡ് ആൻഡ് വാട്ട് ഈസ് ഓവ്ഡ് ബൈ ദ ബിസിനസ് ഈസ് കോൾഡ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് ഓൺഡ് ആൻഡ് വാട്ട് ഈസ് ഓവ്ഡ് ബൈ ദ ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ കയ്യിൽ എന്താണ് നിലവിലുള്ളത്, എന്താണോ കൊടുക്കാനുള്ളത്, ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ഓൺഡ് ആൻഡ് വാട്ട് ഈസ് ഓവ്ഡ് ബൈ ദ ബിസിനസ് ഈസ് കോൾഡ്. അപ്പൊ എന്താ പറയുന്നത്? ക്യാപിറ്റൽ. അപ്പൊ വാട്ട് ഈസ് ഓൺഡ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. വാട്ട് ഈസ് ഓവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റീസ് ആണ്. ഇത് നമ്മളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണ്. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ ആണ് PSCക്ക് ഏറ്റവും ഇഷ്ടം. ദ പർച്ചേസ് ഡേ ബുക്ക് കണ്ടെയ്ൻസ്. പർച്ചേസ് ഡേ ബുക്കിൽ എന്താ സാധാരണ കാണാൻ പറ്റുന്നത്? പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് പ്യൂർലി എന്താണ്? ക്രെഡിറ്റ് പർച്ചേസുകൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓൾ ക്രെഡിറ്റ് പർച്ചേസസ്. പർച്ചേസ് ഡേ ബുക്ക്. സെയിൽസ് ഡേ ബുക്ക് ആണെങ്കിൽ ഓൾ ക്രെഡിറ്റ് സെയിൽസ്. ഇനി നെക്സ്റ്റ്, ആൻ എറർ ഓഫ് ഡാഷ് അഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. ആൻ എറർ ഓഫ് ഡാഷ് അഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. അപ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ള എറേഴ്സ് പഠിച്ചു. ക്ലറിക്കൽ എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, എറർ ഓഫ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞ എറർ ഓഫ് കമ്മീഷൻ എന്താണ് എഫക്റ്റ് ചെയ്യുന്ന, നമുക്ക് റോങ് ടോട്ടലിംഗ്, റോങ് ബാലൻസിങ് ഒക്കെ എന്താണ് ഇതിനെ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇനി ആൻ എറർ ഓഫ് ഡാഷ് ഡസ് നോട്ട് അഫക്റ്റ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത എറേഴ്സ് ആണ് എന്ത്? എറർ ഓഫ് പ്രിൻസിപ്പിൾ. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മെഷീനറി പർച്ചേസ് ചെയ്ത് പർച്ചേസ് അക്കൗണ്ടിൽ കാണിച്ച് അതൊരു വയലേഷൻ ആണ്. പ്രിൻസിപ്പിൾ തെറ്റിയിട്ട് ചെയ്യുന്നതാണ്, പ്രിൻസിപ്പിൾ അറിയാതെ ചെയ്യുന്നതാണ്. പക്ഷെ അത് ഒരിക്കലും അതിനെ ട്രയൽ ബാലൻസിന് അത് എന്ത് ചെയ്യില്ല? അഫക്റ്റ് ചെയ്യില്ല. ട്രയൽ ബാലൻസ് എന്ത് ചെയ്യും? ടാലി ആകും. അപ്പോൾ അടുത്തത് ട്രയൽ ബാലൻസ് ഈസ് എ ഡാഷ്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ട് ആണോ? അല്ല. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട്. എന്ത് കണ്ടുപിടിക്കാനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ചെക്ക് ദ അരിത്മെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രയൽ പ്രിപ്പയർ ചെയ്യുന്നത്.
ഇനി നെക്സ്റ്റ്, വേജസ് പെയ്ഡ് ടു ദ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി ഈസ് ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ എറർ ഓഫ്. നമ്മൾ മെഷീനറി ഇൻസ്റ്റലേഷന് വേണ്ടി വേജസ് കൊടുത്തു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ മെഷീനറിയുടെ ഫിക്സഡ് അസറ്റിന്റെ ഭാഗമായിട്ട് അതിന്റെ ഇൻസ്റ്റലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് വേജസ് അക്കൗണ്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും എന്താണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്തത്, ഡാഷ് ഈസ് എ ടെമ്പററി അക്കൗണ്ട് ക്രിയേറ്റഡ് വെൻ എ ട്രയൽ ബാലൻസ് ഈസ് നോട്ട് ടാലീഡ്. ട്രയൽ ബാലൻസ് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്രയൽ ബാലൻസ് താൽക്കാലികമായിട്ട് ട്രയൽ ബാലൻസ് ടാലി ആയില്ലെങ്കിൽ പെട്ടെന്ന് അത് ടാലി ആക്കാൻ, എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് വരെ നമുക്കിങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് എന്ത്? സസ്പെൻസ് അക്കൗണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി 31ാമത്തത്, വിച്ച് ഓഫ് ദ എറേഴ്സ് ഡസ് നോട്ട് അഫക്റ്റ് ദ എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ടാലി ആകുന്നതിനെ അഫക്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് എറേഴ്സ് ഏതാണ്? റോങ് ടോട്ടലിംഗ് ആണോ? റോങ് ബാലൻസിങ് ആണോ? റൈറ്റിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദ റോങ് അക്കൗണ്ട്, റൈറ്റിംഗ് ആൻ എമൗണ്ട് ഇൻ ദ റോങ് അക്കൗണ്ട് ബട്ട് ദ കറക്റ്റ് സൈഡ്, നൺ ഓഫ് ദിസ്. ഇതിലേതാ? തെറ്റായിട്ട് ടോട്ടൽ ചെയ്താൽ ട്രയൽ ബാലൻസ് ടാലി ആവില്ല. അതുപോലെ തെറ്റായിട്ട് ബാലൻസ് ചെയ്താലും ട്രയൽ ബാലൻസ് ടാലി ആവില്ല. പക്ഷെ ഇത് നോക്കിക്കേ, റൈറ്റിംഗ് ആൻ എമൗണ്ട് ഇൻ ദ റോങ് അക്കൗണ്ട്, റോങ് അക്കൗണ്ടില്ല, പക്ഷെ കറക്റ്റ് സൈഡിലാണ് നമ്മൾ കൊടുത്താണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ട്രയല് ടാലി ആവാതിരിക്കില്ല. എന്തായാലും എന്ത് ചെയ്യും? ട്രയല് ടാലി ആവും. അപ്പൊ ഇതാണ് ഡസ് നോട്ട് അഫക്റ്റ് ദ എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി 32, സെയിൽ ഓഫ് മെഷീനറി ഈസ് ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് ഈസ് ആൻ എറർ ഓഫ്. മെഷീനറിയുടെ സെയില് നമ്മൾ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അത് എന്ത് ടൈപ്പ് ഓഫ് എറർ ആണ്? ഇത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, റെന്റ് പെയ്ഡ് ₹4,500 വാസ് entered in cash book as ₹5,400. This is an error of. 4,500 രൂപ റെന്റ് കൊടുത്തത് 5,400 രൂപയായിട്ട് കാണിച്ചത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണ്? എറർ ഓഫ് കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റോങ് ടോട്ടലിംഗ്, റോങ് ബാലൻസിങ് ഒക്കെ വരുന്നതാണ് എറർ ഓഫ് കമ്മീഷൻ, അല്ലെങ്കിൽ ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയും. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? 33ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ്. 37, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ അക്യൂറിങ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് അക്യൂർ ചെയ്യാൻ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചറിന് എന്താ പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നെറ്റ് സെയിൽസ് മൈനസ് ഡാഷ്. നെറ്റ് സെയിൽസിൽ നിന്ന് എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ കുറയ്ക്കേണ്ടത്? പർച്ചേസസ് ആണോ? ക്ലോസിംഗ് സ്റ്റോക്ക് ആണോ? നെറ്റ് പർച്ചേസസ് ആണോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണോ? ഏതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ ഇതൊരു ഫോർമുല തന്നെയാണ്, ഇതൊരു ഇക്വേഷൻ ആണിത്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത് രണ്ടും തന്നിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ പറയാം, അല്ലെങ്കിൽ നെറ്റ് സെയിൽസും അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ പറയാം. ഇത് രണ്ടും തന്നിട്ട് എങ്ങനെ വേണേലും ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ പുറകെ വരുന്നുണ്ട്. അടുത്ത 39, ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ സോൾ ട്രേഡർ ഫ്രം ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ്. ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്തു? ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ ടാക്സ് അല്ലേ? അപ്പൊ അത് ബിസിനസ്സിൽ നിന്ന് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതൊരു ഡ്രോയിങ്സ് പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് പോലെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. 40th ക്വസ്റ്റ്യൻ, അറേഞ്ചിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസും അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? മാർഷലിംഗ്. ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ
ഇപ്പൊ 34-ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എന്തോ ഒരു ഓർഡർ മാറിപ്പോയി. ഞാൻ പിൻ ചെയ്ത് വെച്ചത് ഓർഡർ മാറിപ്പോയി. എന്തായാലും 34-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ടെസ്റ്റ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ്. ഇനി 35-ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. ഈ ഇക്വേഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ആൻസർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള കറക്റ്റ് ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. 40 മുതൽ അങ്ങോട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെയാണല്ലോ, പ്രോബ്ലംസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നാളെ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് നാളെ, പ്രോബ്ലംസ് പെട്ടെന്ന് ഓടിച്ചു പറയാൻ പറ്റില്ലല്ലോ, അപ്പൊ നാളെ ചെയ്യാം. അപ്പൊ ഇത്രയും വരെ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. താങ്ക്